നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബഹിഷ്കരിച്ച് KSU. ബഹിഷ്കരണം തോട്ടട ITIയിൽ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച്. പാനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്ററിന് തീപിടിച്ചു. തീപിടുത്തമുണ്ടായത് ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ. ആളപായമില്ല. കണ്ണൂരിൽ പിതാവിനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ മകൻ പിടിയിൽ. അറസ്റ്റിലായത് പാണപ്പുഴ കണാരവയലിലെ മുരിങ്ങോത്ത് സന്തോഷ്. വാർത്തകൾ വിശദമായി. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ KSU പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച SFI നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KSU ബഹിഷ്കരിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പങ്കെടുക്കേണ്ട ക്യാമ്പസുകളിൽ രാഷ്ട്രീയമുണ്ടോ എന്ന സെഷനാണ് KSU ബഹിഷ്കരിച്ചത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, SFI സംസ്ഥാന സെക്രട്ടറി റുമൈസ അർഫീഖ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഏകാധിപത്യ അക്രമ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന ഒരു സംഘടനയുടെയും സംഘത്തിൻ്റെയും വേദികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹിഷ്കരണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. പാനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്റർ തീപിടിച്ച് കത്തി നശിച്ചു. ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് തീപിടുത്തമുണ്ടായത്. കനത്ത പുകപടലം ഉയർന്നതിനെ തുടർന്ന് രോഗികളും ജീവനക്കാരും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പാനൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പാനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 11:45ഓടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ജനറേറ്ററിൽ നിന്നും തീയാളിയത്. ആശുപത്രി കോമ്പൗണ്ടിലാണ് ജനറേറ്റർ ഉണ്ടായിരുന്നത്. രൂക്ഷമായ പുകപടലം ഉയർന്നതോടെ രോഗികളും ജീവനക്കാരും പുറത്തിറങ്ങി ഓടി. ഈ സമയം കുട്ടികളടക്കം നിരവധി ആളുകൾ ആശുപത്രിയിലുണ്ടായിരുന്നു. കത്തിയ ജനറേറ്ററിനരികെ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു. ഇവ ഉടൻ മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ IK അനിൽകുമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാനൂർ ഫയർഫോഴ്സ് ഏറെ നേരം പരിശ്രമിച്ചാണ് തീയണച്ചത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്ത്, സീനിയർ ഓഫീസർ സൂരജ്, സേനാംഗങ്ങളായ ജിജേഷ്, രാഹുൽ, സുഭാഷ്, അജീഷ്, ശ്രീവത്സൻ, വിനിൽ, രത്നാകരൻ എന്നിവർ തീയണക്കാൻ നേതൃത്വം നൽകി. സ്ഥലത്തുണ്ടായിരുന്ന BMS പ്രവർത്തകരും തീയണക്കാൻ ശ്രമിച്ചിരുന്നു. മറ്റു മുറികളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ജനറേറ്റർ പൂർണ്ണമായും കത്തി നശിച്ചു. വയറിംഗ് അനുബന്ധ സാധനങ്ങളും കത്തി. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. പിതാവിനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ മകനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പാണപ്പുഴ കണാരംവയലിലെ മുരിങ്ങോത്ത് സന്തോഷിനെയാണ് പരിയാരം SI NP രാഘവൻ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു സംഭവം. രാവിലെ 7:30ഓടെ സന്തോഷ് പിതാവായ MI ഐസക്കിനെ ആക്രമിക്കുകയായിരുന്നു. സന്തോഷിൻ്റെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയ വിരോധത്തിന് പിതാവിനെ മരവടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഐസക് ഗുരുതര പരിക്കുകളോടെ പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പരിയാരം SI NP രാഘവനാണ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തത്. മാമൻ വാസുവിന്റെ 29ാം രക്തസാക്ഷി വാർഷിക ദിനാചരണത്തിന്റെയും KV ദാമോദരന്റെ 3ാം ചരമവാർഷിക പരിപാടികളുടെയും സമാപനം ചൊക്ലിയിൽ നടന്നു. രാവിലെ കാഞ്ഞിരത്തിൻ കീഴിൽ കേന്ദ്രീകരിച്ച് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രകടനം ചൊക്ലിയിൽ സമാപിച്ചു. കവിയൂർ റോഡിലെ മാമൻ വാസുവിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം KK പവിത്രൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. V ഉദയൻ അധ്യക്ഷനായി. വൈകിട്ട് മേനപ്രം അമ്പലം, ചൊക്ലി രജിസ്ട്രാർ ഓഫീസ്, കവിയൂർ, നെടുങ്കുടിമുക്ക് എന്നീ 3 കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച ചുവപ്പ് വളണ്ടിയർ മാർച്ചോടെയുള്ള പ്രകടനം ചൊക്ലി KM സൂപ്പർ മാർക്കറ്റിന് സമീപം സംഗമിച്ചു. ഒന്നിച്ചുള്ള ബഹുജന പ്രകടനം ചൊക്ലി ടൗണിൽ സമാപിച്ചു.
മാമന്ദിരം സിന്ദാബാദ് മാമന്ദിരം സിന്ദാബാദ് പോരാട്ടത്തിൻ മൂലധനം ചോരത്തുള്ളികൾ തെമ്മാടികളെ സമാപന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി മീനാക്ഷി മുഖർജി ഉദ്ഘാടനം ചെയ്തു. Blind details and just eyes. പശ്ചിമ ബംഗാളിൽ രവീന്ദ്രനാഥ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. It is the era of smartphone. We all have smartphone. This is a very easy to delete something, video, file, document from our mobile. It does not take much time. But when we want to download something, video, file, documents, it requires proper network, GB, and also it takes time. Similarly, our society and our cosmopolitan nature of our country is grown up on difficult situation. We all made it success, but some organization sponsored by some political parties, they tried to destroy it. They tried to kill it. Like the data, the video, the document, delete from our mobile. We defend it and we accept the challenge of the communal process. സംഘാടക സമിതി ചെയർമാൻ കെ.പി. വിജയൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടി.വി. രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി. ഹരീന്ദ്രൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി. ശശിധരൻ, പാനൂർ ഏരിയ സെക്രട്ടറി കെ. കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വി. കെ. രാഗേഷ് സ്വാഗതം പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാതല കമ്പവലി മത്സരത്തിലെയും
ഉത്തരമേഖല ക്രിക്കറ്റ് ഷട്ടിൽ ടൂർണമെന്റിലെയും കുട്ടികൾക്കായി സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചന മത്സരത്തിലെയും വിജയികൾക്കുള്ള ഉപഹാരം ടി വി രാജേഷ് സമ്മാനിച്ചു. തലശ്ശേരി മണ്ണയാട് സഹകരണ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ഗ്രാഡിയസ്ത 24 എന്ന പേരിൽ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. മണ്ണയാട് സഹകരണ ഫിസിയോതെറാപ്പി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഗ്രാഡിയസ്ത 24 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ കവിത രവി മുഖ്യാതിഥിയായി. മാനേജിംഗ് ഡയറക്ടർ സി മോഹനൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡൻസ് ഡീൻ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ, യനപ്പോയ റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ പി ഡി രേഖ, പ്രിൻസിപ്പൽ പ്രൊഫസർ വി ടി സജി, കെ വേലായുധൻ, ഡോക്ടർ ടി രമേശൻ, ഡോക്ടർ സ്വപ്ന ജോസ്, പ്രൊഫസർ ജിജു ജനാർദ്ദനൻ, വി പി ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു. സഹകരണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി ടി സജി ബിരുദദാന പ്രഖ്യാപനവും ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശവും നൽകി. Rahila Sharon Liana Nafisa Ashito. I wish to congratulate the 172 graduates who have just been conferred their degrees. Congratulations, my dear students. Cooperative Institute of Health Sciences എന്ന ഈ സ്ഥാപനം അതിൻ്റെ പ്രശസ്തമായ 26ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ.
ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. തിരികെ വാർത്തകളിലേക്ക്. സ്റ്റുഡന്റ് പോലീസ് പ്രൊജക്ട് കണ്ണൂർ സിറ്റി ജില്ലയിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർക്ക് ത്രിദിന IMG പഠന ക്യാമ്പ് എറൈസ് 24 സംഘടിപ്പിച്ചു. പിണറായി AKG MGSSലാണ് പരിപാടി നടന്നത്. എറൈസ് 24ന്റെ ഉദ്ഘാടനം SP KV വേണുഗോപാൽ നിർവഹിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ്തി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ K സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ സിറ്റി SPC ADNO K രാജേഷ് ക്യാമ്പ് വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ചേതന ജയദേവ്, PTA പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KV രജീഷ്, മദർ PTA പ്രസിഡന്റ് ജസ്ന ലതീഷ്, സീനിയർ അസിസ്റ്റന്റ് തങ്കമണി, സ്റ്റാഫ് സെക്രട്ടറി ബിജോയ് എന്നിവർ സംസാരിച്ചു. പാനൂർ നഗരസഭ 15-ാം വാർഡ് പുല്ലൂക്കര ഐശ്വര്യ അംഗൻവാടി ശിലാസ്ഥാപനം നടന്നു. KP മോഹനൻ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. KP മോഹനൻ MLA ശിലാസ്ഥാപന കർമ്മം നടത്തി. കൃത്യമായിട്ട് ലഭിക്കാനും കഴിയുന്ന മറ്റൊരു ആലയം കേരളത്തിൽ എവിടെയും നമുക്ക് കാണില്ല. അംഗനവാടികളിൽ മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ മാഷ് പറഞ്ഞതുപോലെ വലിയൂട്ടുന്ന അമ്മമാർക്കും ചെറുപ്പക്കാരികൾക്കും വലിയ യുവാക്കൾക്കും ഒക്കെ തന്നെ അവിടെ അംഗനവാടികളിൽ വന്ന് ശുശ്രൂഷ ലഭിക്കുന്ന രൂപത്തിലേക്ക് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾക്കുള്ള ഭക്ഷണം, ഏറ്റവും നല്ല പോഷകാഹാരമാണ് അംഗനവാടികളിലൂടെ നൽകുന്നത്. കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ അംഗൻവാടികളിൽ ഇവിടെ ഭക്ഷണവും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനത്തിന് വേഗത കൂട്ടിക്കൊണ്ട് ഉദ്ഘാടനം നമുക്ക് 3, 4, 5, 6 മാസം കൊണ്ട് തീർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം പാനൂർ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേസ തിരുവമ്പാടി, വാർഡ് വികസന സമിതി കൺവീനർ PK മുസ്തഫ, മുൻ പെരിങ്ങളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EN നാസർ, ജനകീയ കമ്മിറ്റി അംഗം മൂസ പരിപ്പുമൽ, അനിൽകുമാർ പരവൻ്റെവിട, അലി കുയ്യാലിൽ, കൗൺസിലർ സജ്നി എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ സീനത്ത് സ്വാഗതവും അംഗൻവാടി വർക്കർ ഷീന നന്ദിയും പറഞ്ഞു. KP മോഹനൻ MLAയുടെ
ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിക്കുന്നത്. കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിലെ 2024-25 വർഷത്തെ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്കൂൾ സൗരോർജ്ജവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോളാർ ചലഞ്ചിലേക്കുള്ള ഫണ്ട് കൈമാറി. സോളാർ ചലഞ്ച് ഫണ്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം OSA പ്രസിഡന്റ് പൊയിൽ അബ്ദുള്ള നിർവഹിച്ചു. സോളാർ ചലഞ്ച് ഫണ്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം OSA പ്രസിഡന്റ് പൊയിൽ അബ്ദുള്ള NIS പ്രസിഡന്റ് PK അബ്ദുള്ളയ്ക്ക് ചെക്ക് നൽകി നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയം വെസ്റ്റ് UP സ്കൂള് മുഴുവനും സോളാർ പാനലിൽ വൈദ്യുതി സംവിധാനമാക്കാനുള്ളൊരു വലിയ ഒരു പ്രോജക്റ്റാണ് 2024-25 വർഷത്തെ PTA ഇവിടെ തുടക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഒരു ഫണ്ട് കൈമാറ്റാണ് നടന്നത്. നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പൊതുവിദ്യാലയ സംഘടനയുടെ പ്രസിഡന്റ് അബ്ദുള്ള സാഹിബ്, നമ്മുടെ NISന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് PK അബ്ദുള്ള സാഹിബിന് കൈമാറിക്കൊണ്ടാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ പ്രോജക്റ്റ് വിജയിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും ഈ ഒരു നല്ല തുടക്കം നമുക്ക് ഈ ഒരു പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. NIS സെക്രട്ടറി T മുഹമ്മദ് അഷ്റഫ്, മാനേജർ ഖാലിദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് സമദ് അറക്കൽ, മഹമ്മൂദ് കാട്ടൂർ, K അബൂബക്കർ, PK ഷരീഫ്, AP മുഹമ്മദ്, PTA ഭാരവാഹികൾ, NIS ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് സ്കൂൾ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുന്നത്. സോളാർ ചലഞ്ച് വഴിയാണ് തുക സമാഹരിക്കുന്നത്. പിണറായി പഞ്ചായത്ത് വയോജന സൗഹൃദമാക്കുന്നതിനായി വയോജന ശില്പശാലയും പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് രൂപീകരണവും സംഘടിപ്പിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അയൽക്കൂട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യോഗം ചേരുകയും ആ അയൽക്കൂട്ടത്തിനകത്ത് പങ്കെടുത്ത അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതി അംഗങ്ങളും അതിന് പുറമെ ക്ഷണിക്കപ്പെടുന്ന ആളുകളും ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ ക്ലബ്ബ് രൂപീകരണ യോഗത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. കില ഫാക്കൽറ്റി PB രത്നാകരൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T നിസാർ അഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത, K ഹംസ, P പ്രമീള, K ജയദേവൻ, E സൂര്യ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം.
കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. വടക്കേപോയിലൂർ കുരുടൻകാവ് ദേവീക്ഷേത്രം കളിയാട്ടവും ആറാട്ട് മഹോത്സവത്തിനും തുടക്കമായി. 9 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത്. വടക്കേപൊയിലൂർ കുരുടൻകാവ് ദേവീക്ഷേത്രത്തിൽ കളിയാട്ടവും ആറാട്ടുത്സവവും തുടങ്ങി. ഉത്സവം ശനിയാഴ്ച കൊടിയേറും. രാവിലെ 11-ന് ജീവിത പ്രതിസന്ധിയും ആധ്യാത്മികതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KV ശശിധരൻ പ്രഭാഷണം നടത്തും. ദേവീദേവന്മാരുടെ ചിത്രം അനാച്ഛാദനം അമൃത കൃപാനന്ദപുരി നിർവഹിക്കും. തുടർന്ന് ഗാനാർച്ചനയും രാത്രി 8 മണിക്ക് കണ്ണൂർ നടനകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന മഹാരാജ ഹരിശ്ചന്ദ്ര നാടകവും അരങ്ങേറും. 15-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ നന്ദോൻ നാരായണൻ അധ്യക്ഷത വഹിക്കും. വയനാട് ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിക്കും. 16-ന് 11 മണിക്ക് ദേവി മഹാത്മ്യം എന്ന വിഷയത്തിൽ അനീഷ് കൊല്ലം പ്രഭാഷണം നടത്തും. 8-ന് ഗാനസന്ധ്യയും. 17-ന് 7 മണിക്ക് സഹസ്ര ദീപസമർപ്പണം സീരിയൽ താരം സച്ചിൻ ആദ്യ തിരി തെളിയിക്കും. രാത്രി 8-ന് നാടൻപാട്ട്. 18 രാവിലെ 11:30-ന് ഭാരതീയ സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തിൽ ചിന്മയ വിദ്യാലയത്തിലെ ദിശ ചൈതന്യ പ്രഭാഷണം നടത്തും. വൈകിട്ട് 7 മണിക്ക് പള്ളിവേട്ട. 19-ന് ബ്രഹ്മകുമാരി പ്രിയ ബഹൻചി നിത്യജീവിതത്തിൽ ആധ്യാത്മികതയുടെ ശക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. വൈകിട്ട് പള്ളിച്ചാൽ കല്ലറപ്പുഴയിൽ ആറാട്ട് സദ്യയും തിരിച്ചെഴുന്നള്ളത്തും നടക്കും. 7-ന് തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം നടക്കുന്ന ചടങ്ങിൽ ഉത്സവം കൊടിയിറങ്ങും. എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നാഗ ഭഗവതി തെയ്യം എത്തിയാണ്. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് 14ാമത് വർഷവും നൂറുകണക്കിന് സ്ത്രീ ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മാഹിയിൽ നിന്നുമുള്ള ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തി. ഐശ്വര്യ വരദായിനിയായ ദേവിക്ക് തൃക്കാർത്തിക നാളിലെ പൊങ്കാല ഭക്തി സാന്ദ്രമായി. അഖണ്ഡനാമജപം നെയ്വിളക്ക് സമർപ്പണവും നടത്തി. പുതുതായി നിർമ്മിക്കുന്ന മഹാശിവക്ഷേത്രത്തിന്റെ ഉത്തരക്കെട്ട് കയറ്റൽ ചടങ്ങ് ക്ഷേത്രം ശില്പി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുതുതായി നിർമ്മിക്കുന്ന മഹാശിവക്ഷേത്രത്തിന്റെ ഉത്തരക്കെട്ട് കയറ്റൽ ചടങ്ങ് ക്ഷേത്രശില്പി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് OV സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമൽ, P പ്രദീപൻ, CV രാജൻ പെരിങ്ങാടി, സുധീർ കാളോത്ത്, സത്യൻ കോമത്ത്, CH പ്രഭാകരൻ, രമേശൻ തൊട്ടേൻ്റെവിട, VK അനീഷ് ബാബു, സുജിൽ CH, YM സജിത, ശ്രീമണി, അനിൽ ബാബു, PP മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അമ്മേ
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ഭക്തി സാന്ദ്രമായ ഹൃത്തിനേകി ശക്തിയമ്പനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ധവളമായ പട്ടുടുത്തു സുപ്രഭാതവേളയിൽ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ഉച്ചനേരം രക്തവസനധാരിണിയാം കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ചുറ്റി ചാരു സന്ധ്യയിൽ ശ്രീദുർഗയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ വാണിയായി കാളിയായി ദുർഗയായി നിത്യവും ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ബാധയൊക്കെ നീക്കി കീഴ്ക്കാവിൽ അമ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ ഭക്തജനങ്ങളെ വളരെയേറെ പുണ്യം നിറഞ്ഞ ഒരു ദിവസമാണ് നമുക്കിന്ന്. തീർച്ചയായും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ ന്യൂമാഹി പെരിങ്ങാടി മാങ്ങൂത്തുങ്കാവ് ഭഗവതി ക്ഷേത്ര സമിതിക്കും അതുപോലെ തന്നെ ജില്ലയുടെ കേരളത്തിൻ്റെ മറ്റു ജില്ലയുടെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന സ്ത്രീ ഭക്തർക്കും മറ്റ് ഭക്തർക്കും അഭ്യുദയകാംക്ഷികളുമൊക്കെ വളരെയേറെ ചാരിതാർത്ഥ്യവും പുണ്യവും നിറഞ്ഞ ദിനം തന്നെയാണ്. 14 വർഷം മുമ്പ് ആരംഭിച്ച പൊങ്കാല ഇന്ന് ഇവിടെ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ച നിമിഷങ്ങളാണ് കടന്നുപോയത്. 10 മണിക്ക് ആരംഭിക്കാനിരിക്കുന്ന പൊങ്കാല ആരംഭിക്കുമ്പോൾ 10:25 ആയി എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ക്ഷേത്രസമിതിയുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് പൊങ്കാല ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്ത്രീ ഭക്തരുടെ കടന്നുകയറ്റം, അവരുടെ ഇവിടെ എത്താനുള്ള
ആ ഒരു ആവേശം നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ 10 മണിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സമിതിക്ക് ഉള്ള കണക്കുകൂട്ടൽ അതിനപ്പുറത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചാരിതാർത്ഥ്യവും കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്തു തന്നെയായാലും ദേവിയുടെ ചൈതന്യം വളരെ നിറഞ്ഞ് തുളുമ്പുന്ന ഈ പ്രദേശം, ഈ പുണ്യ സങ്കേതം എന്തുകൊണ്ടും വളരെ പവിത്രമായ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊങ്കാല അനേകം ഉപസമിതികളുടെ യാന്ത്രികമായ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഉപസമിതി അംഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കൺവീനർ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ആ ചാലകശക്തി ഏതാനും മണിക്കൂറുകളോളം നിൽക്കും എന്നുള്ളതാണ് പൊങ്കാലയുടെ പരിസമാപ്തിയുടെ വിജയവും അതിൻ്റെ രഹസ്യവും. തീർച്ചയായും നമ്മോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തർക്കും അതുപോലെ തന്നെ ഇതിനെ പ്രതീക്ഷയോട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ എത്താത്ത ആളുകൾക്കുമൊക്കെ ഇതൊരു വലിയൊരു ധന്യ നിമിഷമാണ്. ഈ നിമിഷം പങ്കുവെക്കുന്നതിനായി നിങ്ങളിവിടെ എത്തിയ എല്ലാവരെയും നന്ദിയോടെ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. പൊങ്കാലയും അതിനെ തുടർന്നുള്ള മറ്റ് ജീർണോദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1-നും 12-നും 1-നും മധ്യേ നമ്മുടെ ശബരിമല മുൻ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ 10 മാസം കൊണ്ട് നമുക്ക് ഉത്തരക്കെട്ട് എന്ന ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം എത്താൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് അമ്മയുടെ ഒരു ചൈതന്യവത്തായ ഒരു സവിശേഷതയാണ് ഇന്ന് കാലത്ത് പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഴയ പല ഭക്തജനങ്ങൾക്ക്, സ്ത്രീ ഭക്തജനങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന് പൊങ്കാല ഇടാൻ സാധിക്കാതെ തിരിച്ചുപോയതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പോലും നമുക്കാവാൻ പറ്റാത്ത രീതിയിൽ രജിസ്ട്രേഷൻ പെട്ടെന്ന് നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങൾക്കും നമ്മളിൽ പെട്ടെന്നുണ്ടായ ഒരു സംഗതികളിൽ ഇവിടെ തുടങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമെടുത്തു എന്നുള്ളത് സത്യമാണ്. ഇവിടെ എത്തിക്കുന്ന മുഴുവൻ സ്ത്രീ ഭക്തരോട് നമ്മളത് ക്ഷമ ചോദിക്കുകയാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്ന ഒരു രീതി എല്ലാ സ്ത്രീ ഭക്തരും പിന്തുടരണമെന്നാണ് സമിതിക്ക് പ്രത്യേകം നമ്മളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ 200 കണക്കിന് ആളുകൾ പെട്ടെന്ന് വരുമ്പോഴുണ്ടാകുന്ന സാങ്കേതികത്വ സമിതി അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അതിന് വലിയൊരു അമ്മയോടുള്ള ആ സ്നേഹവും വാത്സല്യവുമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നതെന്നറിയാം. എങ്കിൽ കൂടി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ശരണം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സനകശുനക നാരദാദികൾ നമിക്കുമീശ്വരി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പവിഴമല്ലിത്തറയിൽ പണ്ടു കണ്ടു മൂലപ്രകൃതിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശിവകരനാം നാരായണ സമേത പരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ബ്രഹ്മവിഷ്ണു ശംഭു ശാസ്താമുരുകൻ ഗണനാഥനൊത്ത് ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സ്വാമി വില്വമംഗലം പ്രതിഷ്ഠ ചെയ്ത കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഉഗ്രഭദ്ര കീഴ്ക്കാവിൽ വിളങ്ങ മാമാനിക്കുന്ന് ശ്രീ
മഹാദേവി ക്ഷേത്രം തൃക്കാർത്തിക പൂജയും കാർത്തിക വിളക്കും നടന്നു. കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും നടന്നു. ക്ഷേത്രം ട്രസ്റ്റി KT ഹരിശ്ചന്ദ്രൻ നമ്പ്യാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തൃക്കാർത്തിക പൂജ, കാർത്തിക വിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടന്നു. മമ്പ്രം ദിവാകരന്റെ മകൾ ഡോക്ടർ ദിൽന ദിവാകരൻ ഉൾപ്പെടെയുള്ളവർ ഗാനാർച്ചനയിൽ പങ്കാളികളായി. വൈകിട്ട് കലാദർപ്പണ കരിവള്ളൂരിന്റെ നേതൃത്വത്തിൽ ശ്രുതിലയ നടനം അരങ്ങേറി. ശ്രുതി B. ചന്ദ്രൻ അവതരണം നടത്തി. ശ്രീകണ്ഠാപുരം മനോജ് കല്യാടിന്റെ അഞ്ജലി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നൃത്യങ്ങളും അരങ്ങേറി. നിരവധി ഭക്തർ പരിപാടികളിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ബഹിഷ്കരിച്ച് KSU. ബഹിഷ്കരണം തോട്ടട ITIയിൽ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച്. പാനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്ററിന് തീപിടിച്ചു. തീപിടുത്തമുണ്ടായത് ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ, ആളപായമില്ല. കണ്ണൂരിൽ പിതാവിനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ മകൻ പിടിയിൽ. അറസ്റ്റിലായത് പാണപ്പുഴ കണാരവയലിലെ മുരിങ്ങോത്ത് സന്തോഷ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.